ജീവിതത്തിൻ്റെ ഊടുംപാവും നെയ്യുന്നതിന് വേണ്ടി പ്രവാസ ലോകത്തെത്തിയ ഒരുപറ്റം ആൾക്കാരുടെ അവരുടെ ഹൃദയത്തിൽ കെടാതെ നിന്ന കനൽ അത് ജ്വലിപ്പിക്കുന്നതിന് വേണ്ടി അതാത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്ക് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സമാനമാനസ്ഥരായ സഖാക്കളെ ചേർത്ത് പിടിച്ച് ചെമ്പതാക ഉയർത്തിപ്പിടിക്കണം ഹൃദയത്തിലെങ്കിലും എന്ന് ആഗ്രഹിച്ച ഒരുപറ്റം സഖാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ഞാനും സൗദിയിൽ നിന്ന് സഖാവ് ജമാൽ വെല്ലിയാപ്പള്ളിയും ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഫാസിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രസക്തി ഇടതുപക്ഷ ഐക്യത്തോടൊപ്പം സമാന മാനസരായ സമാന ചിന്താഗതിക്കാരായ എല്ലാ ശക്തികളെയും ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം വേണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജ്ജമാണ് എന്നതാണ് ഈ പാർട്ടി കോൺഗ്രസിലൂടെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാസ ലോകത്തുള്ള ധാരാളം പേർ ആവേശത്തിൻ്റെ തിരയിലാണ് ഈ പാർട്ടി കോൺഗ്രസിനെ പറ്റി നോക്കിക്കാണുന്നത്. ഈ പാർട്ടി കോൺഗ്രസ് ഒരു പുത്തിനുണർവാണ് സഖാക്കൾക്ക് നൽകുന്നത്. പഞ്ചാബിൽ നടന്ന പൊതുസമ്മേളനവും പ്രകടനവും അക്ഷരാർത്ഥത്തിൽ പഞ്ചാബ് ജനതയെ ഞെട്ടിച്ചതാണ്. കർഷകരും സാധാരണക്കാരും അണിനിരന്ന 10,000-കണക്കിന് സഖാക്കൾ പങ്കെടുത്ത വലിയൊരു പ്രകടനമാണ് നമ്മൾ കണ്ടത് പഞ്ചാബിൽ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് ഒരു മൂല്യച്യുതിയും ഉണ്ടായിട്ടില്ല. അത് കൂടുതൽ ജ്വലിച്ച് വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിന് ആവേശം തരുന്ന രീതിയിലുള്ള ഒരു പ്രകടനവും പൊതുസമ്മേളനവുമായിരുന്നു പഞ്ചാബിൽ നടന്നത്. പാലസ്തീൻ്റെ അംബാസഡറും ക്യൂബൻ അംബാസഡറും ഒക്കെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പാലസ്തീൻ അംബാസഡർ പറഞ്ഞു, ഭഗത് സിംഗ് നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടേതും കൂടിയാണെന്ന്. ആ വിപ്ലവകാരിയുടെ അനുദ്രവനാണ് ഇവിടെ പതാക ഉയർത്തിയത്, ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർത്തിയത്. അങ്ങനെ ആയിരക്കണക്കിന് പഞ്ചാബിലെ സഖാക്കളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുവാനും അവരുടെ കരുതലുകൾ ഏറ്റുവാങ്ങുവാനും ഇന്ത്യയിലെ മുഴുവൻ പ്രതിനിധികൾക്ക് കഴിഞ്ഞു എന്നതാണ് ഒരു വലിയ കാര്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പാർട്ടി കോൺഗ്രസ് ഒരു ചരിത്ര സംഭവമായി, ചരിത്ര സമ്മേളനമായി മാറുകയാണ്. മതേതര മൂല്യങ്ങൾക്ക് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും ഫാസിസം തുടച്ചു നീക്കുന്നതിനും വേണ്ടിയും ഒരു പുതുശക്തിയായി ആ ഒരു ശക്തിക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രവാസത്തെ എല്ലാ ഇടതുപക്ഷ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിവാദ്യങ്ങൾ നേരുന്നു. ലാൽ സലാം.